ഇത്രയും വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ നേരിട്ട് വീഡിയോയിൽ തന്നെ വരലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ വരുന്നില്ല. അത് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. അത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇറാൻ പ്രസിഡന്റ് കാണാതായപ്പോഴും അങ്ങനത്തെ വളരെ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് മിസൈൽ പോയപ്പോയോ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ പോയപ്പോൾ അങ്ങനത്തെ പ്രത്യേക അതൊക്കെ അത്രയും പ്രധാനപ്പെട്ട വാർത്തകളാണ്. എന്തെങ്കിലും നേരിട്ട് വരേണ്ടതായിരുന്നു. അതേപോലെ തന്നെ ഇന്നിപ്പോൾ വലിയ നേരിട്ട് വരേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന് അറിയാമല്ലോ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ മുൻ പ്രസിഡന്റ്, ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോർമർ US പ്രസിഡന്റിന് വെടിയേറ്റു. മനസ്സിലായില്ല, വെടിയേറ്റു, അല്ലാതെ വെടി വെച്ചു എന്നൊന്നുമല്ല, വെടിയേറ്റു. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഗാസൻ്റെ രണ്ടാമത്തെ കാര്യങ്ങളും കൂടി നോക്കുന്ന സമയത്താണ് വന്നത്. എന്തായാലും അത് നോക്കുന്ന ഇടയ്ക്കാണ് പെട്ടെന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതിന് മുമ്പ് ഗാസൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം, കാരണം അതും വളരെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. 15 മിനിറ്റിൽ ഓരോ 15 മിനിറ്റിലും ഇങ്ങനെ ഫുണറൽ നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കാര്യം എന്തായാലും പറയാണ്ട്, കാരണം ഇന്ത്യയിൽ ഇത് മുമ്പേ പറഞ്ഞതാണ്. ഡൊണാൾഡ് ട്രംപ് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്, എപ്പോഴും സൂക്ഷിക്കുക. അതിൻ്റെ കാരണം ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കാര്യമാണ്, ശരി ആ സംഭവമല്ല ഇപ്പോൾ ഇവിടെ നടന്നത്, വേറെ കാര്യം. എന്തായാലും ഇന്ത്യയിൽ അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപകടം ഉണ്ടായപ്പോൾ അത് മുൻകൂട്ടി പറഞ്ഞു എന്ന് പറയുന്നത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യയിൽ പറയുന്നത്. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയേ മതിയാകൂ എന്ന് ഇന്ത്യയിൽ ഒരുപാട് പ്രാവശ്യം അമേരിക്കൻ്റെ സെക്യൂരിറ്റിയെ മുൻനിർത്തി ഇന്ത്യയിൽ പറയുന്ന ആൾക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് ഇവിടെ വിഷയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. എന്തായാലും അതൊക്കെ നമ്മൾ ഇനി ലൈവിലായിട്ട് എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് ട്രംപിൻ്റെ മുമ്പ് കാര്യം ഓരോ 15 മിനിറ്റിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗാസയിൽ ഫുണറൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം 90 ആളുകളാണ് കൊല്ലപ്പെട്ട് മവാസ് റഫീജി ക്യാമ്പിൽ. ഗൾഫ് ഓഫ് ഏദനിലെ ഡ്രോണ് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഹൂത്തികളുടെ ഡ്രോണായിരിക്കും, സംശയമില്ലല്ലോ. പിന്നെ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് റാഫ ക്രോസിങ്ങിൽ. പിന്നെ മുഹമ്മദ് ദീഫ് ഹമാസ് കമാൻഡർ സേഫാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല, പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇസ്രായേൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തു അറ്റാക്ക് ചെയ്തു എന്നായിരുന്നല്ലോ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗാസ സിറ്റിയിൽ 10 പേര് കൊല്ലപ്പെട്ടു, 27 പേർക്ക് പരിക്കേറ്റി. ഷാത്തി റഫീജി ക്യാമ്പിൽ മരണസംഖ്യ നമ്മൾ നേരത്തെ 20 പറഞ്ഞാൽ ഇപ്പോൾ അത് 22 പള്ളിയിലേക്കായിരുന്നു അറ്റാക്ക് വന്നിട്ട് 22 പേര് കൊല്ലപ്പെട്ടു. ഇനി നമുക്ക് ട്രംപിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ട്രംപിന് ഇസ്രായേൽ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖാസിം സുലൈമാനി എന്ന് പറയുന്ന അറിയാലോ, അദ്ദേഹം അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം അത് ബന്ധമല്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇന്ത്യയിൽ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാസിം സുലൈമാനി ഇറാൻ അത്രയൊക്കെ പ്രധാനപ്പെട്ട കാര്യം, അത്രയും വലിയൊരു കമാൻഡർ ആക്കിയിട്ടാണ് ഇറാൻ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ ഖാസിം സുലൈമാനി അവിടെ നിന്ന് ഇറാഖിലെ ബാഗ്ദാദിൽ നിന്നും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്ക ട്രംപിൻ്റെ ഭരണകാലത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? അത് അത്രയും 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തോമ്പിൻ്റെ അടുത്ത് ആളുകൾ കൂടിയപ്പോയിരുന്നു ബ്ലാസ്റ്റിൻ്റെ ഇറാനിൽ 100 ആളുകൾ കൊല്ലപ്പെട്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ ട്രംപ് അദ്ദേഹം അമേരിക്ക എപ്പോഴും വലിയ സുരക്ഷ കൊടുക്കണം എന്ന് ഇന്ത്യയിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അതേപോലെ തന്നെ അറിയാലോ, ഒരാളെന്ന് സൽമാൻ റുഷ്ദി, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരു അദ്ദേഹത്തിനെതിരെ ഫത്വ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ ഒരു എഴുത്ത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രങ്ങോനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വെടി കൊണ്ടതെന്ന് ഇന്ത്യയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ട്രംപിന്ന് വെടിയേറ്റു. പക്ഷേ അത് ഖാസിം സുലൈമാനിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല കേട്ടോ, ഇറാനൊന്നും അല്ല ഇതിൻ്റെ പിറകിൽ ഇറാനൊന്നും അല്ല. ഓക്കെ, അതൊന്നും അങ്ങനത്തെ റിപ്പോർട്ടുകളും ഇല്ല. ഇപ്പോൾ വെടിവെച്ച ആളെ മോട്ടീവ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ട്രംപിൻ്റെ മുകളിലെ അദ്ദേഹത്തിൻ്റെ വലത് ചെവിൻ്റെ മുകളിൽ വെടി കൊണ്ടു എന്നാണ് മനസ്സിലായത്. ചോര വരെ വലിച്ചു. ജസ്റ്റ് മിസ്സിങ് ആണ് അദ്ദേഹം. അദ്ദേഹം ജസ്റ്റ് രക്ഷപ്പെടുകയായിരുന്നു, കാസ്റ്റിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. ഇലോൺ മസ്ക് ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ്റെ സീക്രട്ട് സർവീസിൻ്റെ തലവനെ മാറണമെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എങ്ങനെ പറയുന്നത്, അപ്പർ പാർട്ട് ഓഫ് ഇസ് റൈറ്റ് ഇയർ പിയേഴ്സ്ഡ് ബൈ ദ ബുള്ളറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വലത് ചെവിൻ്റെ മുകൾ ഭാഗത്ത് വെടിയുണ്ട തുളച്ച് കയറി പോയി. മനസ്സിലായോ? കൊണ്ടു. എന്തായാലും മനസ്സിലായില്ലേ? അതൊരു ചോര ഒലിക്കുന്ന വീഡിയോ ആണ് വന്നിട്ടുള്ളത്. വേറെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2 പേർക്ക് സീരിയസ് ആയിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ജാക്സൺ, റിപ്പബ്ലിക്കൻ റെപ്രസെൻറ്റേറ്റീവായ ജാക്സൻ്റെ നെഫ്യൂവിൻ്റെ കഴുത്തിനാണ് വെടി കൊണ്ടിട്ടുള്ളത്. അതിനെ നെക്ക് ക്രോസ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അറ്റാക്കർ സ്നിപ്പർ ഉണ്ടല്ലോ, അറ്റാക്കർ ഇത് തോമസ് എന്ന് പറയുന്ന ജസ്റ്റ് 20 വയസ്സ് ആയിട്ടുള്ളൂ. ആ ഒരു വയസ്സുള്ള ചെക്കനാണ് 20 വയസ്സ് ഓൾഡായിട്ടുള്ള തോമസ് മാത്യു
ക്രൂക്ക് അദ്ദേഹമാണ് ഈ ഒരു കാര്യം ചെയ്തത്. ഒന്നാമത് അമേരിക്കയിൽ എല്ലാവർക്കും ഇങ്ങനെ തൂക്ക് കൊടുക്കുക, എല്ലാ ആളുകൾക്കും. വേറെ കാര്യം അത് വേറെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് അത് സേഫല്ല, പണി കിട്ടും, അത് അങ്ങനെ എല്ലാവർക്കും ഒന്നും തൂക്ക് കൊടുക്കുക എന്ന് പറയുന്ന സിവിലിയൻസിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ സെറ്റിലേഴ്സിന് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഭാവിയിൽ എവിടെയൊക്കെയാണ് എത്തിക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വയസ്സായി തോമസ് മാത്യു ഒരു അടുത്തുള്ള ശരിക്കും ഇദ്ദേഹം ഈ ട്രംപിൻ്റെ റാലിയിലുണ്ടായിരുന്നില്ല. അദ്ദേഹം അടുത്തൊരു ബിൽഡിങ്, പക്ഷേ അടുത്ത ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്തൊന്നുമല്ല, ഏകദേശം കഷ്ടിച്ച് 120-150 മീറ്റർ മാത്രം അകലെയാണ്. അവിടെ അടുത്ത ബിൽഡിങ്ങിൽ നിന്ന് അവിടുന്ന് റൂഫിൽ നിന്നാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ട്രംപിൻ്റെ സ്റ്റേജിലേക്ക്. ഓക്കെ, അതിന് വെടിവെച്ച ശേഷം തന്നെ സീക്രട്ട് സർവീസ് ആളുകളൊക്കെ അദ്ദേഹത്തെ അങ്ങ് പൊതിഞ്ഞിട്ടുണ്ട്. ട്രംപിന് കൊള്ളരുത്, തങ്ങൾക്ക് കൊണ്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. എന്തായാലും വിതിൻ സെക്കൻഡ് എന്തായിട്ടുണ്ട്, സീക്രട്ട് സർവീസ് അമേരിക്കൻ്റെ എന്താക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. സീക്രട്ട് സർവീസ് സ്നിപ്പേഴ്സ് കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അമേരിക്കക്ക് മുമ്പ് അറിയാമല്ലോ ആരായിരുന്നു, നിങ്ങൾ തന്നെ കമൻ്റ് അടിക്കും നിങ്ങളെ വിവരം ഉണ്ടെങ്കിൽ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷമായിരുന്നു ഭയങ്കര സെക്യൂരിറ്റി സർവീസും ഒക്കെ. ഇന്ത്യയിലാണെങ്കിൽ രാജീവ് ഗാന്ധി ഒക്കെ അറിയാമല്ലോ. അതിനുശേഷമായിരുന്നു ഭയങ്കരമായ വൈസെറ്റ് കാറ്റഗറിയും മറ്റുള്ള എല്ലാ SPGയും ഒക്കെ ലെവൽ സെക്യൂരിറ്റി വന്നു. എന്തായാലും ഇത് അമേരിക്കക്ക് വലിയ രീതിയിലൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫോർമർ അമേരിക്കൻ പ്രസിഡൻറ്റ് ഇപ്പോൾ അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടില്ല, ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന ട്രംപിന് ഇനി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന നെക്സ്റ്റ് അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന ട്രംപിന് നേരെയാണ് വെടിവെച്ചതും വെടിക്കൊണ്ടതും ആ ആൾ കൊല്ലപ്പെട്ടതും. വേറെ ആൾ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് സീരിയസ് ആയി പരിക്കുകയും ട്രംപിനെ ചെവിയിൽ കൊണ്ടതും എന്നൊക്കെ. അപ്പോൾ ഇലോൺ മസ്ക് വെറുതെ അല്ല പറയുന്നത്, സീക്രട്ട് സർവീസ് ചീഫ് റിസൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും ഷൂട്ടറെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗം ഉണ്ടാവും. ബൈഡൻ പറഞ്ഞത് അപലപിക്കണം, എല്ലാ ആളും അപലപിക്കണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ സംഭവിച്ചതിന് എന്നുള്ളതാണ്. അദ്ദേഹം ട്രംപ് ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കുറേ ആളുകൾ മൈഗ്രൻസൊക്കെ ഇതിലേക്ക് വന്നു ഇല്ലീഗലി എന്നുള്ള രീതിയിൽ അമേരിക്കയിലേക്ക്. ബൈഡൻ്റെ ആ പോളിസിക്കെതിരെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ഇടക്കാണ് സാഡ് ടു സീ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഇടക്കാണ് പെട്ടെന്ന് ഈ അറ്റാക്ക് അങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും FBI അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. തോമസ് അദ്ദേഹം എന്ന് ഉദ്ദേശിച്ച് പേര് മാറ്റണം. അദ്ദേഹം അങ്ങനെ പറയാണ്ട് അങ്ങനെ പ്രകീർത്തിക്കേണ്ട ആളല്ല. എന്താണ് അതിൻ്റെ മോട്ടീവ് അറിയത്തില്ല. എന്തായാലും ഈ 20-year-old തോമസ് മാത്യു ക്രൂക്ക് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ലേറ്റസ്റ്റ് ആയ കാര്യം ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് ട്രംപിന് എപ്പോഴും സുരക്ഷ കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. അതിന് കാരണം പല വിഷയങ്ങളായിട്ടും പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. ട്രംപിൻ്റെയും ബൈഡൻ്റെയും 2 പേരും ഇസ്രായേലുമായിട്ട് 2 പേർക്കും ഭയങ്കര ചങ്ങാത്തമാണ്. 2 പേരും ട്രംപിൻ്റെ സംസാരത്തിൽ ബൈഡനേക്കാളും ഇത്രയും ഒരു മരണസംഖ്യ ഉണ്ടായിട്ടില്ല. അത് ബൈഡൻ്റെ കാലത്താണ് ഉണ്ടായിട്ടില്ല. 38,000 കടന്ന് പോകുന്ന രീതിയിലുള്ള മരണസംഖ്യ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് കറക്റ്റ് പറയുകയാണെങ്കിൽ 38,584 ഇപ്പോൾ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നു. യുക്രൈനിലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഈ ബൈഡൻ എന്ന് പറയുന്നത് ഒരു ബാഡ് പലസ്തീനിയനാണ്. പലസ്തീനിയൻസ് പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് കൂടുതൽ പലസ്തീനികളോടാണ് ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷേ പലസ്തീനികൾക്ക് അദ്ദേഹം ഇഷ്ടമല്ല ബാഡ് പലസ്തീനിയൻ ആയതുകൊണ്ട്. ഇസ്രായേലിനാണ് ഫുൾ സപ്പോർട്ടാണ് ട്രംപ് എന്ന് പറയുന്നത്. ബൈഡനും പറയുന്നത് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനാണ്. പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ സപ്പോർട്ട് സംസാരത്തിൽ വരുന്നത് ഇപ്പോൾ ട്രംപിനാണ്. അങ്ങനെയുള്ള ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും അദ്ദേഹം അധികാരികാര്യം അപ്പം തന്നെ എന്ന് പറയുമ്പോൾ പോലും ഈ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ. അപ്പോൾ ഈ ട്രംപ് എന്ന് പറയുന്നത് വളരെയധികം അദ്ദേഹം ഇപ്പോൾ ഡിബേറ്റിലൊക്കെ വളരെ മുന്നിട്ട് അദ്ദേഹം അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ബൈഡൻ്റെ ചില സ്പീച്ചുകളൊന്നും അത്ര ഡിബേറ്റൊന്നും അത്ര ഉഷാറായിരുന്നില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല 2 വലിയ യുദ്ധങ്ങൾ ഈ നടന്നു കഴിഞ്ഞു ട്രംപിൻ്റെ കാലത്ത്. അങ്ങനെ ഈ ഖാസിം സുലൈമാനിൽ വലിയ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇറാനെതിരെ പോയി വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ എന്താണ് ഇനി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, സെലൻസ്കിയോട് സംസാരിക്കും, സെലൻസ്കി എങ്ങാനും കേൾക്കണില്ലെങ്കിൽ വെപ്പൺസ് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമേരിക്ക ഉക്രൈന്. അപ്പോൾ
ഡീലിലേക്ക് വരുന്നില്ലെങ്കിൽ അത്രമാത്രം വലിയ രീതിയിൽ സംസാരിച്ച അങ്ങനെ ഒരുപാട് ട്രംപിന് വേറിട്ട കാഴ്ച തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മോട്ടീവ് എന്താണെന്ന് അറിയത്തില്ല. തോമസ് മാത്യു ക്രൂക്കിൻ്റെ എന്തായാലും അമേരിക്കൻ്റെ ഇൻ്റലിജൻസ്, ഇപ്പോൾ മൊസാദിൻ്റെ ഇൻ്റലിജൻസ് ഒക്ടോബർ 7 അറ്റാക്ക് അതിൽ അവർക്ക് പറ്റിയ വീഴ്ച പോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസിന് പറ്റിയ ഒരു വലിയ രീതിയിലുള്ള അതായത് അവിടെ നിയർ ബൈ ബിൽഡിങ്ങുകളൊക്കെ അത്രമാത്രം അരിച്ച് പൊറുക്കിയെടുക്കാൻ കഴിയാത്തത്. ഇനി ഇത് മാത്രമല്ല, എല്ലാ ആളുകൾക്കും തോക്ക് കൊടുത്ത സ്ഥിതിക്ക് എപ്പോഴും എത്ര വലിയ ഇൻ്റലിജൻസ് സർവീസ് ആയി കഴിഞ്ഞാലും അതിന് സുരക്ഷ ഒതുക്കുന്നതിലൊക്കെ വളരെയധികം പരിമിതികളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്ത്യറിയലിൻ്റെ അഭിപ്രായം. എന്തായാലും ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് ഇന്ത്യറിയൽ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. പിന്നെ വെടിയേറ്റ ട്രംപിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഷൂസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പേടിയും പേടിച്ചില്ല. അദ്ദേഹം ഭയങ്കരമായ പവറോട് കൂടി അദ്ദേഹത്തിന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വെടിയേറ്റപ്പോൾ എല്ലാ ആളുകളും സീക്രട്ട് സർവീസ് എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങോട്ട് പൊതിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ മുഖമൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പേടിയും പേടിച്ചിട്ടില്ല. അദ്ദേഹം അറിയാമല്ലോ, ഗുസ്തികാരനും മറ്റുള്ളതൊക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഭയങ്കര ധൈര്യത്തോടു കൂടി കൈയൊക്കെ ചുരുട്ടി മുഷ്ടിയൊക്കെ പിടിച്ചിട്ട് അദ്ദേഹം ഭയങ്കര പവറോട് കൂടിയാണ് ഫൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആ വെടി കൊണ്ടിട്ടൊന്നും അദ്ദേഹം അങ്ങനെ പതറിയിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ അതിൻ്റേതായ തൻ്റെ ഇടവും ധാർഷ്ട്യവും അതിൻ്റേതായ പവറും ധൈര്യവും ഒക്കെ ഉണ്ടാവും, അതിനൊന്നും സംശയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്രമാത്രം ശക്തവാനായിട്ടായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആയത് തന്നെ, വേറെ കാര്യം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ധൈര്യവാനായിട്ട് അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോയി, എല്ലാവരും പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് വേഗം എവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട് സാർ. എന്നിട്ട് വലിയ പ്രശ്നം ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല, കാരണം ചെവിൻ്റെ കൂടെ പോയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ കൊണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പിന്നെ സംഭവിച്ചിട്ടുള്ളത്. അതുകൂടി പറയാതെ നമ്മൾ പൂർത്തിയാക്കുന്നത് ശരിയല്ലല്ലോ. താങ്ക് യു. ഇപ്പോൾ എന്നിട്ട് ലേറ്റസ്റ്റ് ഇതുകൊണ്ടൊന്നും ഞാൻ എന്തായില്ല, കീഴടങ്ങില്ല, സറണ്ടർ ചെയ്യില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും ശക്തി ആർജിച്ച് ഈ ഒരു വെടി വെക്കലൊക്കെ ശരിക്കും അദ്ദേഹത്തിന് ഇനി ഇലക്ഷനിൽ വളരെയധികം ഉപകാരപ്രദമായി മാറാനുള്ള സാധ്യതയുണ്ട്.